മെസ്സി ഒരു ചരിത്ര പുരുഷനായി മാറിക്കഴിഞ്ഞു. എന്തായാലും നമ്മളിപ്പം കുറച്ചു കാലം കഴിഞ്ഞിട്ട് പുതിയ കുട്ടികളൊക്കെ പറയുന്ന സമയത്ത് പെലെയെ പോലെയോ മാറഡോണയെ പോലെയോ ഒക്കെ പറയപ്പെടുന്ന ഒരു കളിക്കാരനായിട്ട് എന്തായാലും അദ്ദേഹം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഇതിനകത്ത് ഈ കളിയിൽ ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെസ്സിയുടെ ഈ സ്കോറിനെ ഈ പറഞ്ഞ 18 എന്നുള്ളതിന് ചിലപ്പം എംബാപ്പെ മറികടക്കുമോ എന്നൊക്കെയുള്ളത് വേറെ ചോദ്യം. എന്നാൽ പോലും ഇന്നലെയും മെസ്സി ഒരു കൂൾ പെർഫോമറായിട്ട് ഗംഭീരമായിട്ട് കളിച്ചായിട്ട് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ശരിക്കും ആ ലെജൻഡിനെ പറ്റി ഇപ്പം വീണ്ടും എന്താണ് ദിലീപിന് പറയാനുള്ളത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ചർച്ചകൾ ഇപ്പൊ ആരാണ് ഏറ്റവും മികച്ച കളിക്കാരൻ, അത് പലപ്പോഴും ഞാൻ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, അതിപ്പോ യൂറോപ്പിലും എല്ലാ പ്ലാറ്റ്ഫോംസിലും ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. സത്യം പറയാ ഞാൻ ഈ ചർച്ചകൾ കാണുമ്പോൾ ഇങ്ങനെ വായ പൊത്തി ചിരിക്കുക ചെയ്യാറ്. എന്നുവെച്ചാൽ അതിൽ ഒരു ചർച്ച ഇല്ലാത്തൊരു വിഷയമാണ് ശരിക്കും. അത് വെറുതെ ഒരു സബ്ജക്റ്റ് ആക്കി ഈ ലൈക്സിനോ വ്യൂസിനോ വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും രണ്ടാമത് ആരാന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. ഈ നമ്പർ 1 ഒരു ചർച്ചയല്ല ശരിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കളിക്കാരെ പറ്റി എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ 6 പേരാണ് ഏറ്റവും മുന്നിൽ നിൽക്കണം. ഒന്ന് മാരഡോണ, പിന്നെ മെസ്സി, സിഡാൻ, R9, റൂഡ് ഹുള്ളിറ്റ്, മാർക്കോ വാൻ ബാസ്റ്റൻ. 6 കളിക്കാർ. ഇതിൽ വാൻ ബാസ്റ്റൻ പാവം മുട്ടിന്റെ പ്രശ്നം കാരണം 28 വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ആ ഒരു ഫുൾ കരിയർ നമുക്ക് കാണാൻ പറ്റിയില്ല. റൂഡ് ഹുള്ളിറ്റ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കംപ്ലീറ്റ് ഫുട്ബോളർ ആയിരുന്നു. എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന ഒരു ഫുട്ബോളർ. സിഡാന്റെ പീക്ക് എന്ന് പറഞ്ഞ ഏതൊരു കളിക്കാരന്റെ ഒപ്പം, മെസ്സിയുടെ ഒപ്പം, മാരഡോണിന്റെ ഒപ്പം ഒക്കെ കാണാൻ പറ്റും. പക്ഷെ കൺസിസ്റ്റന്റ് ആയിരുന്നില്ല. R9 പരിക്ക് കാരണം നമ്മൾ ശരിക്കും ഫുൾ R9 ഇത് കാണാൻ പറ്റിയില്ല. പിന്നെ ഉള്ളത് മാരഡോണയും മെസ്സിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആകെ വ്യത്യാസം ഇവർ തമ്മിലുള്ളത്, മാരഡോണ കളിക്കുന്ന സമയത്ത് കുറെ സൈക്കോപാത്സ് ആയിരുന്നു ഡിഫൻഡേഴ്സ് ആയിട്ട്. അവരൊന്നും ഇപ്പൊ 10 മിനിറ്റ് പിച്ചിൽ നിൽക്കില്ല. അപ്പോഴേക്കും റെഡ് കാർഡ് കിട്ടിപ്പോ. ഇപ്പൊ ഒരു ഗോയ്ക്കൊച്ചയോ ക്ലോഡിയോ ജെന്റില അങ്ങനത്തെ കളിക്കാരൊക്കെ. മറഡോണയൊക്കെ കളിക്ക് പുറത്ത് ഒരുപാട് ആക്ടിവിസം, രാഷ്ട്രീയ പ്രവർത്തനം, വേണമെങ്കിൽ യുദ്ധത്തിന് പോകാൻ തയ്യാറാകുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം മെസ്സിയെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ പറയുന്ന റൊണാൾഡോ ആയാലും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അപ്പൊ ഇതിനകത്ത് ഇന്നലെ എംബാപ്പയുടെ ഒരു പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം, ആരാണ് നിങ്ങളുടെ, മെസ്സിയാണോ അതോ റൊണാൾഡോ ആണോ? പക്ഷെ അതിൽ എംബാപ്പെ കൃത്യമായിട്ട് പറയുന്ന റൊണാൾഡോ ആണെന്നാ. അത് ഓരോരുത്തരുടെ അഭിപ്രായം. അല്ല, അദ്ദേഹം പറഞ്ഞു. കാരണം വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ എൻ്റെ ഒരു അഭിപ്രായമാണിത്. അത് ജേർണലിസ്റ്റുകളും പൊളിറ്റീഷ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. എനിക്ക് റൊണാൾഡോ ആണ് ഏറ്റവും നല്ല. വേറെ എന്റെ മനസ്സിൽ പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ. 20 കൊല്ലം മാരഡോണിന്റെ പീക്ക് എന്ന് പറഞ്ഞാല് കഷ്ടി ഒരു 10 കൊല്ലം. ഇത് 20 കൊല്ലം ഒരു ജീനിയസ് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാൻ, സാധാരണ ഒരു ലെവലിലൊന്നുമല്ല. ഇപ്പൊ ഇന്നലത്തെ കളിയിൽ ആൾക്കാർ ഗോള് മാത്രമേ കാണുന്നുള്ളൂ. ഗോളല്ല കാണുന്നത്, ആ ഇന്റലിജൻസ് ആണ്. ആ ആദ്യത്തെ ഗോളിന് കുറെ അർജന്റീന കളിക്കാർ ആ ബോക്സിന്റെ അവിടെ ഉണ്ട്, 2 പേര് ബോക്സിനകത്തുണ്ടായിരുന്നു. ആ കൃത്യമായിട്ടുള്ള ആ സമയത്ത് ബോക്സിന്റെ പുറത്തുനിന്ന്, സാധാരണ ഒരു കളിക്കാരനാണെങ്കിൽ അത് വളരെ പവറോടുകൂടി അടിച്ചത് പുറത്തേക്ക് പോകും ചിലപ്പോൾ. അത് ജസ്റ്റ് ആ കറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റും ആ പെർഫെക്റ്റ് പേസും കൂടി ഫിനിഷ് ചെയ്യുന്നു. രണ്ടാമത്തെ ഗോൾ അതിന്റെ മേലെ. അത് 3 ഓസ്ട്രേലിയൻ കളിക്കാരാണ് വഴിയിലുള്ളത്. 2 പേര് നേരെ ലൈനിൽ ഗോളിലേക്കുള്ള റൂട്ട് ബ്ലോക്ക് ചെയ്തിട്ട് വേറൊരാൾ ലൈനിലുണ്ട്. 3 ഡിഫൻഡേഴ്സിനെ മറികടന്നിട്ടാണ് ബോള് ആ കോർണറിലേക്ക് എത്തുന്നത്. അതും ഡിഫൻഡേഴ്സ് കാണുന്നതിന് മുമ്പ് ആ റീബൗണ്ട് വരുന്ന മെസ്സിക്ക് അറിയാം. അത് ഏറ്റവും മികച്ച കളിക്കാരുടെ അവരുടെ കഴിവ്, സ്കിൽസ് മാത്രമല്ല, അവരുടെ ഇവിടെ ഉള്ള പ്രോസസ്സർ കുറേ കൂടി ഫാസ്റ്റാണ്. നമ്മൾ കമ്പ്യൂട്ടിങ്ങിൽ പറയണ പോലെ അത് മികച്ച പ്രോസസ്സറാണ്. ബാക്കി എല്ലാവരും കാണുന്നതിന് ഒരു 1/2 സെക്കൻഡ് മുമ്പ് ഇവര് ഈ മൂവും ഈ റീബൗണ്ട് ഇതൊക്കെ കാണും. അതാണ് മെസ്സിയുടെ ഏറ്റവും വലിയ മികവ്. അതാണ് ഇന്നലെ ആ ഒരു കളിയുടെ ഒരു ഫോർമേഷൻ, പ്രത്യേകിച്ച് അർജന്റീനയുടെ, അതിനകത്ത് ബാക്കി കളിക്കാരുടെ ഒരു പ്രസക്തി എത്രമാത്രമുണ്ട്? ഈ അർജന്റീന ടീം ലോകകപ്പ് ജയിക്കുകയാണെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ടാവും. ഒന്ന്, കോച്ച് ലിയണൽ സ്കലോണി. പലപ്പോഴും ഒരു ടീമിന് എന്താ പറ്റുന്നത്, നമ്മളിപ്പോ തന്നെ ഒരു കളി കഴിയുമ്പോൾ തന്നെ പോർച്ചുഗലിന്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് പല കളിക്കാരും സന്തുഷ്ടരല്ല, അങ്ങനെ പല റൂമേഴ്സും ഉണ്ട്. ഇതിപ്പോ ഒരു ഈഗോ ഇല്ലാത്തൊരു ടീം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷമായി കളിക്കുന്നു. ബെഞ്ചിൽ നിന്ന് വരുന്നവരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല.
പിന്നെ ടാക്ടിക്കലായിട്ട് അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. എന്താ വെച്ചാൽ കളിക്കാരധികം മാറിയിട്ടില്ല. ഈ ഖത്തർ ലോകകപ്പ് വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസിനും അർജന്റീനയ്ക്കും വലിയൊരു ഗുണമുള്ളത് എന്താന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്റ്റേബിൾ പ്ലെയർ ബേസ് ആണ്. അത് വെച്ചിട്ടാണ് അധികം മാറ്റങ്ങളൊന്നും, ഡിമറിയ ഇല്ല, പക്ഷെ അല്ലാതെ വലിയൊരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ അത് കാരണം അവരുടെ കളിക്കൊരു വളരെ ക്ലിയർ ഐഡന്റിറ്റിയും സ്ട്രക്ചറും ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ വ്യത്യാസം സ്കലോണി വരുത്തിയിട്ടുള്ളത് മെസ്സിയുടെ ഗുണത്തിന് വേണ്ടി ഇന്നലത്തെ കളിയിൽ 553 പാസ്സാണ് അർജന്റീനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതിൽ എത്ര എണ്ണം മെസ്സി പാസ് ചെയ്താണ്? വെറും 40 പാസ്. പണ്ടൊക്കെ അർജന്റീന 500 പാസ് ഒരു കളിയിൽ നടത്തുകയാണെങ്കിൽ അതിലൊരു 100 എണ്ണം മെസ്സിയുടെ ആയിരിക്കും. മുഴുവൻ ലോഡും, പ്രത്യേകിച്ച് സബയുടെ ടീമൊക്കെ മുഴുവൻ ലോഡും മെസ്സിക്ക് ബോൾ കൊടുക്കുക, അതായിരുന്നു ടാക്ടിക്. ഇപ്പൊ അതല്ല, ഇതിപ്പോ മെസ്സിക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സമയത്ത് മാത്രം ബോൾ ഫീഡ് ചെയ്യുന്നത്. അപ്പൊ 90 മിനിറ്റും മെസ്സിക്ക് ഫുൾ എനർജിയോട്, ഇന്നലെ അവസാനത്തെ ഗോൾ അടിക്കുന്നത് 90ാമത്തെ മിനിറ്റ് കഴിഞ്ഞിട്ട് ആഡഡ് ടൈമിലാണ്. അതെ, അപ്പോഴും പക്ഷെ ഒരു 20 വയസ്സുകാരന്റെ എനർജിയോട് കൂടി ഓടുന്നുണ്ട്. എന്തുകൊണ്ട് ആ ലോഡില്ല? അതിന് ശരിക്കും അഭിനന്ദിക്കണം. ഇപ്പൊ റോഡ്രിഗോ ഡിപ്പോളിനെ പോലത്തെ കളിക്കാർ, ഡിപ്പോൾ ഇന്നലെ 49 പാസേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ഒരു കഥയുടെ ഒരു ഭാഗം മാത്രം. എത്ര ഓടുന്നുണ്ട് മെസ്സി ട്രാക്ക് ചെയ്യാത്തത് കാരണം അത് മുഴുവൻ, ആ റൈറ്റ് വിങ് മുഴുവൻ കവർ ചെയ്യുന്നത് ഡിപ്പോൾ ഒരു ഷട്ടിൽ ബസ് പോകണ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് ആ ടീമിന് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അവർ ഒരു ഈഗോ ഇല്ലാതെ ചെയ്യണമുണ്ട്. ഈ പൊതുവേ നമ്മൾ ഇന്നലെ കളി കാണുമ്പോൾ നമ്മുടെ സാധാരണ കളി കാണുന്ന സുഹൃത്തുക്കളൊക്കെ പറയായിരുന്നു, കാരണം ഒരു റഫായിട്ടുള്ള കളി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് അർജന്റീനയുടെ ഭാഗത്തു നിന്നാണോ ഓസ്ട്രിയയുടെ ഭാഗത്തു നിന്നാണോ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഓസ്ട്രിയ നന്നായി കളിച്ചു. എന്ന് വെച്ചാൽ ഇവര് അവരുടെ പ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവര് കളിക്കാരെ നല്ലോണം പ്രഷർ ചെയ്യും, ഫൗൾ ചെയ്യാതെ. വെറും 13 ഫൗളേ ഓസ്ട്രിയ ഇന്നലെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാ സമയത്തും കളിക്കാരുടെ മേലെ പ്രഷർ ഉണ്ടായിരുന്നു. അവസാന മിനിറ്റ് വരെ, ആ മെസ്സിയുടെ 2ാമത്തെ ഗോൾ വരെ കളി ആര് ജയിക്കുന്നു നമുക്ക്, അതിന് തൊട്ട് മുമ്പ് ഓസ്ട്രിയ ഒരു ഹെഡർ മിസ് ചെയ്തത്. ഇത്ര ഗ്യാപ്പിനാണ് പോസ്റ്റിന്റെ അപ്പുറത്തേക്ക് പോയത്. അപ്പൊ അവരേറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള യൂറോപ്യൻ ടീം. അവരെങ്ങനെ കളിക്കുന്നു നമുക്ക് ഒരു 1ാമത്തെ മിനിറ്റ് തൊട്ട് 90ാമത്തെ മിനിറ്റ് വരെ പറയാൻ പറ്റും. ആ ഒരു ശൈലിയാണ്. പക്ഷെ അത് അവര് നന്നായി കളിക്കാൻ അറിയാം അവർക്ക്, ആ ശൈലി. ഫ്രാൻസിന്റെ കളിയിൽ, ഫ്രാൻസ് ഇറാഖ് കളി ഏകപക്ഷീയമായ കളി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിലും ഫ്രാൻസ് നന്നായിട്ട് മെനക്കെട്ടിട്ട് തന്നെയാണ് ജയിക്കുന്നത്. പക്ഷെ എന്നാലും ഫ്രാൻസിന് ഡോമിനൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് എംബാപ്പെ എന്നുള്ള ആ ഒരു പ്രതിഭാശാലിയുടെ റോള് എത്രമാത്രം ഉണ്ടെന്നുള്ളത് വീണ്ടും തെളിയിക്കുന്ന ഒരു കളിയായിരുന്നു ഇന്നലത്തെ. ആദ്യത്തെ ഗോള് പ്രത്യേകിച്ച്, ആദ്യത്തെ ഗോള് ഭയങ്കര ഒരു സ്ട്രൈക്കാണ്. അത് ഒളീസയുടെ പാസ് കിട്ടുമ്പോ ഞാൻ വിചാരിച്ചത് ഉള്ളിലേക്ക് സെന്ററിൽ 2-3 കളിക്കാരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ക്രോസ് കൊടുക്കും, അല്ലെങ്കിൽ സ്ക്വയർ ബോൾ പോകുന്ന വിചാരിക്കും. അപ്പൊ നോക്കും നമ്മൾ, അത് ചിന്തിക്കുമ്പോഴേക്കും ബോള് കോർണറിൽ എത്തിക്കഴിഞ്ഞു, ഗോളുണ്ട്. അത്രയും പെട്ടെന്നാണ് ഷോട്ട് എടുക്കുന്നത്. അപ്പൊ അതൊരു ഭയങ്കര ഗോളായിരുന്നു. പിന്നെ ഇറാഖിന്റെ ഡിഫെൻസീവ് മിസ്റ്റേക്സ്, ഒരു ഗോൾ കീപ്പറും ഡിഫൻഡറും തമ്മിലുള്ള കൺഫ്യൂഷനില് 2ാമത്തെ ഗോൾ വരുന്നു. പിന്നെ ഒളീസയുടെ ഔട്ട്സൈഡ് ഓഫ് ദ ബൂട്ട് പാസും ഡെംബേലയുടെ ഗോളും. പക്ഷെ ഫ്രാൻസ് ഒരിക്കലും അവർക്ക് ഒരു 3rd ഗിയറിന് അപ്പുറത്ത് പോണ്ടി വന്നിട്ടില്ല. അത് ഞാൻ ഇറാഖിനെ മോശമായിട്ട് പറയല്ല, അവരുടെ ലെവൽ അത്രേ ഉള്ളൂ. അവരുടെ കളിക്കാരുടെ സ്റ്റാൻഡേർഡും ഫ്രാൻസിന്റെ കളിക്കാരുടെ സ്റ്റാൻഡേർഡും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമാണ് ശരിക്കും. പക്ഷേ നമ്മൾ അടുത്ത കാലത്ത് നല്ല, ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളി കാണുന്നത്. 4 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു കളി. ദിലീപിന് നേരത്തെ അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും അതിനിടയിൽ ഈ വലിയ ലൈറ്റ്നിങ്, അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. നമുക്ക് എന്താണ് കളിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവാത്ത അവസ്ഥ, ഒരു പ്രഷറില്ലേ കാണിക്ക് പോലും. 130 മിനിറ്റ് ഡിലേ കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത്. അപ്പൊ അത് ശരിക്കും പ്രശ്നമാവാൻ പോകുന്നത് ഇപ്പൊ നോക്കൗട്ട് റൗണ്ട് ഒക്കെ വരുമ്പോ ഒരു കളി ചിലപ്പോ 1-0 അല്ലെങ്കിൽ 1-1 ഒക്കെ ആയിട്ട് ഒരു ബാലൻസിൽ നിൽക്കുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഒരു ടീമിന് നല്ല ആധിപത്യമുള്ള സമയത്ത് ഈ ഗ്യാപ്പ് വരും, പിന്നെ കളിയാകെ മാറും. ഇതിൽ ഏറ്റവും പേടിക്കാനുള്ളത് ടീംസിന് പരിക്കുകളാണ്. ഇപ്പൊ ഈ കളിക്കാർ ഫുൾ ഇന്റൻസിറ്റിയോട് കളിച്ചവർ പെട്ടെന്ന് നിർത്തി 2 മണിക്കൂർ വെറുതെ ഇരിക്കില്ല, അവരെന്തെങ്കിലുമൊക്കെ വാമപ്പ് ഇതൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ആ പരിക്കിന്റെ ചാൻസ് ഇങ്ങനെ കൂടും ആ ഒരു ഗ്യാപ്പ് വരുമ്പോ. പിന്നെ അതിനകത്ത് ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പൊ ഇന്നലെ ഇപ്പം ഇറാഖ് ആയതുകൊണ്ട് ഫ്രാൻസിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സ്ട്രാറ്റജി ഒന്നും മാറ്റേണ്ടി ഒന്നും വരില്ല. പക്ഷെ ഒരു തുല്യ ശക്തികൾ തമ്മിലാണ് വിചാരിച്ചോ.
അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വരുമ്പം ശരിക്കും ഓപ്പോണന്റ്, അതായത് നേരത്തെ ഇപ്പൊ 2 ഗോൾ അടിച്ച് നിൽക്കുന്ന ഫ്രാൻസിനെതിരെ ഇപ്പം അർജന്റീന പോലത്തെ ഒരു ടീമൊക്കെ ആണെങ്കിൽ ശരിക്കും അതിന്റെ സ്ട്രാറ്റജി മാറ്റിക്കൂടി അവർക്ക് ആ സമയം കൊണ്ട്. തീർച്ചയായിട്ടും ഒരു ടീമിന്റെ ജയിക്കുന്ന ടീമിന് അല്ലെങ്കിൽ മൊമെന്റം ഉള്ള ടീമിന് അത് ആകപ്പാടെ നഷ്ടപ്പെടും. മറ്റേ ടീമിന് വലിയൊരു സാധ്യതയാണ് തിരിച്ചു വരാൻ. എന്താ വെച്ചാൽ അവർക്ക് തിരിച്ചു പോയിട്ട് ഇതുവരെ എന്തൊക്കെ തെറ്റുകൾ പറ്റി അത് എങ്ങനെ തിരുത്താൻ പറ്റുന്നൊക്കെ സാവധാനമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഏതെങ്കിലും വലിയ കളികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്? അതൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്ന, കാരണം ഇങ്ങനെ ഇത്രയും നീണ്ടുപോയ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ? ലോകകപ്പിൽ എനിക്ക് ഓർമ്മയില്ല. ഈ കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പിൽ ഇതേപോലെ ചെൽസി ബെൻഫീക്കൊക്കെ നടന്നു. പിന്നെ വേറെ ചൂട് കാരണം കുറച്ച് കളികളൊക്കെ ഇങ്ങനെ, പക്ഷെ ഇങ്ങനെ 2 മണിക്കൂറിലധികം ഒന്നും ഒരിക്കലും നിർത്തിവെച്ചിട്ടില്ല. പിന്നെ ക്രൗഡ് ട്രബിൾ കാരണം പലപ്പോഴും കളികൾ നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ 2 മണിക്കൂറിന്റെ ഡിലേ ഒന്നും ഓർമ്മയില്ല. പിന്നെ ഹാലൻഡിന്റെ പ്രകടനമാണ്. ഹാലൻഡിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞുകൊടുക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഹാലൻഡിനെ പറ്റിയാണ്, പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ സിറ്റിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ. ഇതിലും പിന്നെ ദിലീപ് ഒപ്പം പറയുന്നതാണ്, കാരണം പന്ത് ഒന്നുകിൽ തലയിലേക്കോ കാലിലേക്കോ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗോളാണെന്നുള്ളത് ഇന്നലെ കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്തു. 2 ഗോളുകളും. സെനഗലിന് ഒരു ലക്ക് ഇല്ലാത്തത് കൊണ്ടാണോ ഇന്നലെ പരാജയപ്പെടുന്നത്? അല്ല, നോർവേയുടെ മികവ് തന്നെ. ലക്കില്ല ഞാൻ പറയില്ല. സെനഗലിന് ലക്കില്ലാത്തത് ഈ ഗ്രൂപ്പിൽ പെട്ടുപോയതാണ്. വേറെ ഏത് ഗ്രൂപ്പാണെങ്കിലും അവർ ചിലപ്പോൾ മുന്നേറായിരുന്നു. പക്ഷെ ഇത് 2 അതിശക്തമായ ടീമുകൾക്കെതിരെ ആ ഗ്രൂപ്പിൽ പെട്ടുപോയി. ഇന്നലെ അവർ മോശമായി കളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ലോകകപ്പിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അനുഭവമുള്ള കളിക്കാർ നന്നായി കളിക്കണം. ഇന്നലെ ആദ്യത്തെ മിസ്റ്റേക്ക് വരുന്നത് കൂലിബാലിയും എഡ്വാർഡ് മെൻഡി, അവരുടെ ഏറ്റവും അനുഭവമുള്ള സെന്റർ ബാക്കും ഗോൾ കീപ്പറും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കൂലിബാലിന്റെ മിസ് പാസ്, മെൻഡി ആ ഷോട്ട് ശരിക്കും തടുക്കാൻ പറ്റിയില്ല. പിന്നീടും മെൻഡിയുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ഹാളിന്റെ പോസ്റ്റ് അടിക്കണം. അത് ഭാഗ്യത്തിന് ഗോളായില്ല. പക്ഷെ അങ്ങനെ ഒരു ടീമിന്റെ സീനിയർ പ്ലേയേഴ്സ് കളിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അതാണ് അവർക്ക് ഇത്തവണ പറ്റിയിട്ടുള്ളത് ശരിക്കും. പിന്നെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡഗാർഡിന്റെ ത്രൂ ബോൾസ് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഹാളിന്റെ ഓഡഗാർഡും കൂടി നിങ്ങളെ കൊല്ലും. അത് ആ 2ാമത്തെ ഗോളിന് കാണുകയും ചെയ്തു. പിന്നെ 3ാമത്തെ ഗോളിന്റെ ഒക്കെ ഫിനിഷ് ശരിക്കും ഹാളന്റെ ആയതുകൊണ്ട് ഹാളന്റെ അല്ല എന്ന് പറയും. പക്ഷെ അത് ഭയങ്കര ഒരു ഫിനിഷാണ് ശരിക്കും. ഫസ്റ്റ് ടൈം അത്രയും ഹൈ ബോള് കാല് വെച്ച് ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ്. ഇതില് നോർവേയുടെ ഇനി ഈ കളിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? കാരണം ഒരു സമഗ്രമായ ഒരു ടീമായിട്ട് പേടിപ്പെടുത്തുന്നുണ്ട് നോർവേ. അതെ, ഇപ്പൊ നോർവേ ഫ്രാൻസ് ജയിക്കുന്ന ടീമിനെ ആ ഗ്രൂപ്പ് ടോപ്പ് ചെയ്യും. അതനുസരിച്ചിട്ട് അവരുടെ പാത കുറച്ചും കൂടി എളുപ്പമാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിപ്പോ ആര് ജയിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ നോർവേക്ക് 30% ബോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ 30% വെച്ച് 3 ഗോൾ അടിക്കാൻ കഴിവുള്ള ഒരു ടീമും കൂടിയാണ്. അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോ നോക്കൌട്ട് റൗണ്ടിൽ ഏത് ടീമിനെ അവർ കളിക്കുകയാണെങ്കിലും അവർ പേടിയോടുകൂടി തന്നെ ആ കളിയിലേക്ക് പോവുക. ഈ സെനഗലിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ നേരത്തെ ലക്കിന്റെ കാര്യം പറഞ്ഞു. എന്നാലും ദിലീപിന് സെനഗലിന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, കാരണം നമ്മളിപ്പം ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ്. എന്താണ് സെനഗൽ ഇനി ചെയ്യേണ്ടത്? ഇനി അവർ കുറെ ഗോളിന് ജയിക്കണം ഇറാഖിനെതിരെ. അല്ലാതെ ഇപ്പം -3 ആണ് ഗോൾ ഡിഫറൻസ്. അപ്പം 3 പോയിന്റ് മാത്രം മതിയാവില്ല. ചിലപ്പോ ഒരു +1 ഒക്കെ ഗോൾ ഡിഫറൻസ് ചിലപ്പോൾ വേണ്ടി വരും. വെറും 3 പോയിന്റും 0 ഗോൾ ഡിഫറൻസ് ഒന്നും വെച്ച് എനിക്ക് തോന്നുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റും. അൾജീരിയയും ജോർദാനും തമ്മിലുള്ള കളി, അതിലും ദിലീപ് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, കാരണം 2 പേർക്കും ജയിക്കണം. പക്ഷേ അൾജീരിയനെ സംബന്ധിച്ചിടത്തോളം അൾജീരിയ ഒരു അത്രയും റിസർവുള്ള ഒരു കളിയാണ്. അവർക്ക് അത്രയും കളിക്കാനുള്ള കഴിവുമുണ്ട്. അത് അവർ ശരിക്കും ഇന്നലെ പ്രകടിപ്പിച്ചു. കാരണം തിരിച്ചു വന്ന് 2 ഗോൾ അടിച്ച് ജയിക്കുകയും ചെയ്തു. ജോർഡൻ ശരിക്കും ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. അവരുടെ ടാക്ടിക്സ് അനുസരിച്ച് 70 മിനിറ്റ് കളിച്ചു. അവര് തീരെ ബോൾ ഉണ്ടായിരുന്നില്ല. 25% പൊസിഷനുള്ളൂ. പക്ഷെ അവർ വളരെ ടൈറ്റായി ഡിഫെൻഡ് ചെയ്തു. അൾജീരിയ ഫ്രസ്ട്രേറ്റ് ചെയ്തു, ഗോൾ അടിച്ചു, ബ്രേക്കിൽ ഗോൾ അടിച്ചു. പക്ഷെ അവസാനം ആവുമ്പോൾ അനുഭവം ഇല്ലാത്ത ശരിക്കും കാണാൻ പറ്റി. ഇങ്ങനത്തെ ഒരു റിയാദ് മാഹ്റസിനെ പോലത്തെ ഒരു കളിക്കാരനുള്ള ടീമിന് നിങ്ങൾ ഡെഡ് ബോൾ സിറ്റുവേഷൻ, കോർണർ ആയാലും ഫ്രീ കിക്ക് ആയാലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് പണി കിട്ടും. എന്നുവെച്ചാൽ അത്രയും നന്നായി ക്രോസ് ചെയ്യും പാസ് ചെയ്യണ ഒരു കളിക്കാരനാണ്.
അത് കോർണർ കിക്ക് തന്നെയാണ് ഈക്വലൈസർ വരുന്നതും പിന്നെ വരുന്നത് ഒരു ഡെഡ് ബോൾ തന്നെയാണ് തോന്നുന്നു. അല്ല, ഒരു ക്രോസ് വന്നിട്ട് ഒരു ഡിഫൻഡറെ തട്ടി മറ്റേ കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ അത് അവര് ആ പാഠം പഠിച്ചില്ല ശരിക്കും. കുറച്ചും കൂടി അത് അനുഭവം ഇല്ലാത്തൊരു ടീമായതുകൊണ്ട് ഈ ലെവലിൽ ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർ ആ അവസാനത്തെ 20 മിനിറ്റ് കുറച്ചും കൂടി നന്നായി മാനേജ് ചെയ്യായിരുന്നു. നമ്മൾ മെസ്സിയെ പറ്റി സംസാരിക്കുമ്പം ഈ പറഞ്ഞ നേരത്തെ ദിലീപിന് താല്പര്യമില്ലാത്ത കമ്പാരിസൺ എന്നുള്ള രീതിയിൽ നമ്മുടെ മലയാളത്തിലെ മീഡിയ മുഴുവൻ അല്ലെങ്കിൽ കേരളത്തിലെ കാണികൾ മുഴുവനൊക്കെ സംസാരിക്കുന്നത് ക്രിസ്ത്യാനോ ആണോ മെസ്സി ആണോ എന്നൊക്കെയുള്ള രീതിയിൽ. കാരണം വേറെ പുതിയ കളിക്കാർ ഇപ്പം ഉദാഹരണത്തിന് ഹാലൻഡിനെ പറ്റി ചർച്ചയില്ല, കാരണം ഹാലൻഡ് ആ ഒരു ഇതിൽ വരുന്നില്ല. പക്ഷെ എന്നാൽ പോലും റൊണാൾഡോ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് അത്രയും നമ്മളുടെ ഒരു ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ അത്രയും സ്വാധീനിച്ചൊരു ഫുട്ബോളർ വേറെ ഇല്ല. പക്ഷെ എന്നാൽ പോലും എന്തൊക്കെയോ എന്താ പറയുക, നമുക്ക് പോർച്ചുഗലിൽ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ശരിക്കും ഇത്രയും ഫിറ്റ് ആയിട്ടുള്ള ഒരു ടീം, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഇതായിട്ടുള്ള ടീമാണത്. എന്താണ് സംഭവിക്കുന്നത് അവിടെ? ഏറ്റവും ചീഞ്ഞു നാറുന്നത് ശരിക്കും ഫാൻ ബേസ് ആണ്. ഇപ്പൊ സ്വന്തം കളിക്കാരെ നിങ്ങൾ പോയിട്ട് തെറി പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ. ഇപ്പൊ ജാവോ നെവസിന്റെയും ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒക്കെ സോഷ്യൽ മീഡിയ മുഴുവൻ തെറിയാണ്. നിങ്ങൾ റൊണാൾഡോന് പാസ് ചെയ്തില്ല, നിങ്ങൾ ആരാ റൊണാൾഡോനെ പറ്റി സംസാരിക്കാൻ. ജാവോ നെവസ് ഒന്നും പറഞ്ഞിട്ടില്ല റൊണാൾഡോ ഒരു കളിക്കാരനാണ്, ഞങ്ങളൊക്കെ കളിക്കാരാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ കളിക്കാരെ സപ്പോർട്ട് ചെയ്യണതിന് പകരം ഒരു മനുഷ്യന്റെ ഒരു കൾട്ട് ഇതുപോലെ ഇത് മറ്റേ നമ്മുടെ ഗോഡ്മന്റെ ഇവാഞ്ചലിസ്റ്റിനെ പോലെ ഒരു കൾട്ടായി മാറിയിട്ടുണ്ട്. അതിൽ ഒരു ലോജിക്ക് ഇല്ല അതില്. ഇപ്പൊ ഇതെങ്ങനെ ജയിക്കാൻ പറ്റുന്ന ആലോചിക്കുന്നതിന് പകരം ഒരാൾ എങ്ങനെയെങ്കിലും മെസ്സി 5 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും റൊണാൾഡോ ഗോൾ അടിക്കണം എന്ന് മാത്രമുള്ള ചിന്ത. അതാണ് ഏറ്റവും ചീഞ്ഞു നാറുന്നത്, ആ ഫാൻ ബേസ് ആണ്, അല്ലാതെ ടീമല്ല. ഇതിനകത്ത് റൊണാൾഡോയെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ലൈൻ ഇറങ്ങുമോ? അങ്ങനെ സാധ്യതയുണ്ടോ? ഈ കളിയിൽ തുടങ്ങില്ല, അത് തുടങ്ങാൻ സാധ്യതയില്ല. പക്ഷെ ഈ കളി ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനെ ആ പോർച്ചുഗലിന്റെ സ്ക്വാഡ് വെച്ചിട്ടൊരു 4-5 ഗോളിന് തോൽപ്പിക്കേണ്ട ഒരു ടീമാണ്. പക്ഷെ ഇന്ന് അത് എങ്ങാനും നടന്നില്ല, എങ്ങാനും റൊണാൾഡോ ഗോൾ അടിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവസാനത്തെ കളിക്ക് മുമ്പ് കൊളംബിയ അല്ലേ വരാൻ പോണത്, അതിനു മുമ്പ് എന്തായാലും വലിയ ചർച്ചകളും ഉണ്ടാവും, ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഇന്ന് റൊണാൾഡോ ഗോൾ അടിച്ചാൽ പിന്നെ ആ ചർച്ച തൽക്കാലം തീർന്നു. പക്ഷെ അത് കാരണം ഇത് വളരെ നിർണായകമായ ഒരു മാച്ച്. ഇത് പോർച്ചുഗൽ ജയിച്ചാൽ മാത്രം പോരാ, കൺവിൻസിങ് ആയിട്ട് ജയിക്കും വേണം. ഈ ഇംഗ്ലണ്ടിന്റെ കളിയാണല്ലോ രണ്ടാമത്തത്. ഇംഗ്ലണ്ട് എന്തായാലും ഖാനക്കെതിരെ ജയിക്കുന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അതെ, ഖാൻ ഇപ്പൊ പണ്ടത്തെ 2006 കുറെ താരങ്ങളുള്ള ഒരു ടീമാണ്. 2010 ഒരു ക്വാർട്ടർ എത്തിയപ്പോഴും അസ്മോഗ്യാൻ, എസ്സിയൻ, മറ്റേ സുലൈ മൊണ്ടാറി കുറെ നല്ല കളിക്കാരുള്ള ഒരു ടീമായിരുന്നു. ഇപ്പൊ ആ ക്വാളിറ്റി ഉള്ള കളിക്കാരാകെ എൻ്റെ അഭിപ്രായത്തിൽ സെമന്യോ മാത്രമേ ഉള്ളൂ. സെമന്യോനെ ഇംഗ്ലണ്ട് എന്തായാലും മാർക്ക് ചെയ്യുകയും ചെയ്യും. മാർക്ക് ചെയ്യുന്നല്ല, 1-2 കളിക്കാർ തീർച്ചയായിട്ടും സെമന്യോനെ ശ്രദ്ധിക്കും. പിന്നെ അവർക്കൊരു അറ്റാക്കിംഗ് ഫോഴ്സ് ആയിട്ടുള്ള ജോർഡൻ അയ്യൂ ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ചാമ്പ്യൻഷിപ്പിൽ പോലും ഗോൾ അടിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ സീസൺ 6 ഗോൾ ഒറ്റ അടിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ബ്ലണ്ട് അറ്റാക്കിംഗ് ടീമാണ് ഘാന. കുറച്ച് ഭാഗ്യം കാരണം അവർ ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചു അവസാനത്തെ മിനിറ്റില് ഒരു ഗോൾ അടിച്ചിട്ട്. പക്ഷെ അത്ര ആഫ്രിക്കയിൽ നിന്നുള്ള ടീമുകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ ഇംഗ്ലണ്ട് ജയിക്കേണ്ടത് തന്നെയാണ്. എന്നാലും ഇംഗ്ലണ്ടിന്റെ കോച്ചുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ കുറെ അധികം സംസാരങ്ങൾ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മീഡിയ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ. കാരണം ഈ കോച്ചിങ് ഈ രീതി, ഈ മാനേജ്മെന്റ് ശരിയാവുമോ എന്നൊക്കെയുള്ള പേടി ഇങ്ങനെയുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതാ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കാരണം. പലർക്കും അത് മനസ്സിലാവണില്ല. ഇപ്പൊ ഗാരറ്റ് സൗത്ത്ഗേറ്റ് ഒക്കെ വളരെ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇത് ഇയാളെ പറ്റി നല്ല അഭിപ്രായമാണ്. അതിന് കാരണങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ അത്രയും നല്ല കോച്ചാന്ന് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തോമസ് ടൂക്കൽ അദ്ദേഹത്തിന്റെ ആ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുള്ളൂ. അതിപ്പോ ആർക്കത് തെറ്റായി തോന്നിയാലും ആരതിനെ ചീത്ത പറഞ്ഞാലും ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഈ കോങ്കോ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊളംബിയയും അതുപോലെ തന്നെയാണ് കഴിഞ്ഞ
കളിയിൽ കളിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന കളികളിൽ ഏറ്റവും ഒരു വളരെ തീപ്പാർന്ന പോരാട്ടം എന്നൊക്കെ പറയാൻ പറ്റുന്നത് കോങ്കോ വേഴ്സസ് കൊളംബിയ ആയിരിക്കും. ദിലീപ് അതിനെങ്ങനെ കാണുന്നു? അതൊരു നല്ല കളിയായിരിക്കും. കോങ്കോ നല്ലൊരു ഫിസിക്കൽ ടീമാണ്. കൗണ്ടർ അറ്റാക്കിൽ പോർച്ചുഗൽ കണ്ട പോലെ കഴിവുള്ള ടീമാണ്. കൊളംബിയക്കുള്ള പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഡിഫെൻസീവ്ലി കുറച്ച് വീക്കാണ് ബാക്കി സൗത്ത് അമേരിക്കൻ ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കോങ്കോ സെറ്റ് പീസിന് എന്തായാലും കുറെ ശ്രദ്ധ സെറ്റ് പീസിലായിരിക്കും, കോർണർ ആയാലും ഫ്രീ കിക്ക് ആയാലും. കൊളംബിയയുടെ സെന്റർ ബാക്സിനെ അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ധാരണയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാച്ചപ്പ് ലൂയിസ് ഡിയാസും വാൻ ബിസാക്കയും, പണ്ടത്തെ ലിവർപൂൾ കളിക്കാരനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കാരനും ഏറ്റുമുട്ടണം. അതാര് ജയിക്കുന്നുള്ളത് ഈ കളി മിക്കവാറും ഡിയാസിന് ആ ഡ്യൂവല് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയ കൊളംബിയ ഉറപ്പായിട്ടും ജയിക്കും. പക്ഷെ അവർക്കും വേറെ കുറെ ത്രെറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഹാമിസ് റോഡ്രിഗസിന്റെ പാസിംഗ് ആയാലും റൈറ്റ് ബാക്ക് മുനിയോസ് ആയാലും അവർക്ക് കുറെ നല്ല കളിക്കാരുണ്ട്. അപ്പൊ അവർ ജയിക്കേണ്ട കളിയാണ്. പക്ഷെ നമ്മള് പോർച്ചുഗലിനെതിരെ കണ്ട പോലെ കോങ്കോനെ ആർക്കും എഴുതി തള്ളാൻ പറ്റില്ല. അവര് കൗണ്ടറിൽ പ്രത്യേകിച്ചും വളരെ ഫിസിക്കൽ ആയത് കാരണം സെറ്റ് പീസ് എന്നൊക്കെ പേടിക്കേണ്ട ഒരു ടീമാണ്. ഒരു ഏജിങ് ടീം എന്ന് തെളിയിച്ചു കഴിഞ്ഞ കളിയിൽ തെളിയിച്ച ഒരുപാട് പുതിയ കളിക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. കാരണം ഒരു ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം പോലെ തോന്നിപ്പിക്കുകയാണ് ക്രൊയേഷ്യയും പാനമയും തമ്മിലുള്ള. കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കളിക്കുകയും ചെയ്തു പാനമ. അപ്പൊ ഈ കളി എങ്ങനെയായിരിക്കും അത് സംഭവിക്കാൻ പോകുന്നത്? ഇത് അവരുടെ അനുഭവം വെച്ച് ക്രൊയേഷ്യ ജയിക്കേണ്ട ഒരു കളിയാണ്. പിന്നെ പാനമ ഇംഗ്ലണ്ടിന്റെ അത്ര കഴിവില്ലാത്ത കാരണം അവരങ്ങനെ പൊസിഷനൊന്നും ഡോമിനേറ്റ് ചെയ്യാൻ പോകില്ല. അപ്പൊ ക്രൊയേഷ്യക്ക് അത്ര ഓടേണ്ടി വരില്ല ബോൾ തിരിച്ചു കിട്ടാൻ വേണ്ടി. പൊസിഷൻ നമുക്ക് ഉള്ളപ്പോ ഓട്ടം കുറവാണ് എപ്പോഴും. അപ്പൊ അത് അവർക്ക് സൂട്ട് ചെയ്യും. ആകെ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് കൗണ്ടറിൽ പാനമ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള 1-2 കളിക്കാരുണ്ട്, അവരെ മാത്രം ശ്രദ്ധിക്കണം. പക്ഷെ ഡിഫൻസ് ക്രൊയേഷ്യയുടെ 4 ഗോൾ കൊടുത്തെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ അവർ പൊതുവെ ഒരു സോളിഡ് ഡിഫൻസീവ് ലൈനാണ്. അപ്പൊ അത് അവർ ജയിക്കേണ്ട ഒരു കളി തന്നെയാണ്. പിന്നെ അവരുടെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ മോഡ്രിച്ച്, കോവച്ചിച്ച് അവർക്കൊക്കെ ആ ത്രൂ ബോൾ കൊടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവർ ജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ബോൾ പൊസിഷൻ ഒരു 60% ഉണ്ടെങ്കിൽ അവരുടെ ആ വീക്ക്നെസ് അവർക്ക് ഒളിപ്പിക്കാൻ പറ്റും.